ഹലോ ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഹെൽത്തി മൈൻഡ് ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്നുള്ളത്. ഒരു ടിപ്പിലൂടെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, ഒരു ടിപ്പിലൂടെയൊക്കെ ഒരു ഹെൽത്തി ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ. ഷോർട്ട് കട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് കട്ടൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും ഇന്ന് അങ്ങനെ ഒരു ഷോർട്ട് കട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഹെൽത്തി മൈൻഡിൻ്റെ ബേസിക്കാണത്. ആ ഒരു കാര്യം നിങ്ങളോടിന്ന് ഞാൻ ഷെയർ ചെയ്യാം. എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചോട്ടെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. നിങ്ങളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾക്ക് ഒരു ദിവസത്തെ ജോലിക്ക് എത്രത്തോളം, നമ്മളുടെ ജോബിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്? നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്നെല്ലാവരും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അവരുടെ ജോബിനെയാണ്. കാരണം ബിക്കോസ് ദാറ്റ് ഈസ് അവർ ഏർണിങ് അല്ലേ. നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോബ് ചെയ്തേ പറ്റൂ. അത് ഒരു 8 hours തൊട്ട് 14, 16, 20 hours വരെ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പോൾ 20 hours വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കൊരു ഡേ എത്ര സമയമാണ്? 24 hours. ഈ 24 hours പിന്നെ നമ്മളുടെ റെസ്റ്റിനും ഫുഡ് പാറ്റേണിനും അല്ലെ ഫുഡ് ഇൻടേക്കിനും ഒക്കെ ആയിട്ട് എത്ര സമയം കിട്ടുന്നു? ഒരു ഹെൽത്തി സ്ലീപ്പിൻ്റെ ടൈം എത്രയാണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറയും, നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ അത് 7 to 8 hours ഫോർ അഡൽട്ട്സ് എന്ന് പറയും. കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് പറയും കുറച്ചുകൂടെ 8 to 10 hours എന്നൊക്കെ പറയും. കിഡ്സ് ഒരു 10 വയസ്സിനകം വരെയുള്ള കുട്ടികൾക്ക്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ, നമ്മൾ ആരെങ്കിലും ഒരു 7 to 8 hours പ്രോപ്പർ സൗണ്ട് സ്ലീപ്പ് ഇന്ന് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 90% ആളുകളിലും പറയുന്നു, നിങ്ങൾ യഥാർത്ഥമായിട്ട് റിയലായിട്ട് നിങ്ങളെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ നോ എന്ന് തന്നെ ആയിരിക്കും. കാരണം പലപ്പോഴും നമ്മൾ ബെഡിലേക്ക് പോകുന്നുണ്ടെങ്കിലും ബെഡിൽ ചെന്നിട്ടും ഇന്ന് എല്ലാവരും 1-2 മണിക്കൂർ നമ്മൾ ഗാഡ്ജറ്റ് ടൈമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് 10-20 മിനിറ്റായിട്ടേ തോന്നത്തുള്ളെങ്കിലും ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 1 to 2 hours നമ്മൾ ഗാഡ്ജറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഗാഡ്ജറ്റ് നോക്കി മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ണൊക്കെ ടയേർഡായിട്ട് നമ്മളെങ്ങനെയോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഇനി ആ ഉറക്കം ഒരു സൗണ്ട് സ്ലീപ്പാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സയൻറ്റിഫിക്കായിട്ട് പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിനെ നമുക്കൊരിക്കലും ഒരു സൗണ്ട് സ്ലീപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗാഡ്ജറ്റ്സിൻ്റെ റേസ് എല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മളുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോഡി ടയേർഡായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്റ്റീവായിട്ടിരിക്കാനാണ് സാധ്യത. അപ്പോൾ പലരും സെഷൻസിൽ വന്നിട്ട് എന്നോട് പറയാറുള്ളൊരു കാര്യം, മാം ഞാൻ ഉറങ്ങുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡ് ഉറങ്ങുന്നതായിട്ട് തോന്നുന്നില്ല. മൈൻഡ് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫറ്റീഗ് ഫീലിംഗ്, കുറച്ചുകൂടെ ഉറങ്ങണം എന്നുള്ള തോന്നൽ. രാവിലെ എത്ര ഉറങ്ങിയാലും ക്ഷീണം തീരാത്ത അവസ്ഥ. ഓഫീസിൽ 10 o'clock എത്തണമെങ്കിൽ 9:45 എഴുന്നേറ്റാൽ മതി എന്നുള്ള ഫീല്. 9:45 എഴുന്നേൽക്കണമല്ലോ എന്നോർക്കുമ്പോൾ വീണ്ടും ഒരു നെഗറ്റീവ് ഫീല്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു റീസൺ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ഗാഡ്ജറ്റ് യൂസേജ്. അത് മാത്രമല്ല, ഇനി അങ്ങനെ നമുക്ക് 10 എത്തിയേ പറ്റൂ, ജോലി തുടങ്ങിയേ പറ്റൂ, ചെയ്തേ പറ്റൂ എന്നുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നല്ല കോഫി കുടിക്കുക, ടീ കുടിക്കുക, നമ്മളെ ഇങ്ങനെ ആക്റ്റീവാക്കി നിർത്താനുള്ള പല കാര്യങ്ങളും. ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരുണ്ട്, സ്നാക്കിങ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും നമ്മളെ ആക്റ്റീവാക്കി നിർത്താനുള്ള പല കോപ്പിംഗ് സ്ട്രാറ്റജീസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജീസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മളെ എക്സ്റ്റെൻഡഡ് ആക്കി 10 മണിക്കൂർ, 14 മണിക്കൂർ, 16 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെയും നമ്മളുടെ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാജുവലി നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകാനും നമുക്ക് സ്ട്രെസ് ലെവൽ കൂടാനും ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മെയിൻറ്റെയിനിങ് എ ഗുഡ് സ്ലീപ്പ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ആ ഒരു ഷോർട്ട് കട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ടിപ്പായിട്ട് കാണാൻ പറ്റും. ഒരു നല്ല സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്താൽ തന്നെ നമ്മളുടെ മൈൻഡിനെ ഏറെക്കുറെ നമുക്ക് ഹാപ്പിയാക്കി എൻജോയബിളാക്കി വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. സോ ഫ്രം ടുഡേ ഓൺവേഴ്സ് പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ലീപ്പ് പാറ്റേൺ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു, ഞാൻ ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് ഉറങ്ങണമെന്നൊന്നും പറയുന്നില്ല, ഞാൻ എല്ലാ ദിവസവും 11 മണിക്ക് 11:10 ഉറങ്ങും എന്ന് പറയണം എന്നില്ല.
ഒരു 10-11 ഇടയിലാണ് എൻ്റെ ഉറക്കത്തിൻ്റെ സമയമെങ്കിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. രാവിലെ അതുപോലെ ഒരു 6:30 to 7 അല്ലെങ്കിൽ 6 to 6:30 ആണ് എൻ്റെ വേക്കപ്പ് ടൈമെങ്കിൽ അതിനകത്തെങ്കിലും ഉണരാനായിട്ട് ശ്രമിക്കുക. ഹ്യൂജ് ടാൻട്രംസ്, ചേഞ്ചസ് നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കും. ദിസ് ഈസ് ദ റിയൽ ഷോർട്ട് കട്ട് ടു എ ഗുഡ് മൈൻഡ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. സോ concentrate on your sleep and try to follow a good sleep pattern and sleep hygiene. Thank you.